ഭാരത ചരിത്രത്തിൽ അദ്വിതീയമായ ബഹുമതി നേടിയ ഒരു മഹാത്മാവായിരുന്നു ചാണക്യൻ അഥവാ കൗടില്യൻ. ഭാരതം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന ഒരു ക്രാന്തദർശിയായിരുന്ന ചാണക്യൻ BC 300 ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ചാണക്യൻ. അതീവ ബുദ്ധിമാനായിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു ചാണക്യൻ. രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും സാമൂഹിക ശാസ്ത്രത്തിലും അഗ്രഗണ്യനായിരുന്ന ചാണക്യൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ഏതൊരു സംഭവവും മുൻകൂട്ടി കാട്ടിയിട്ടുള്ള ക്രാന്തദർശി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും സാമൂഹിക വിമർശനവുമാണ് ഈ എപ്പിസോഡുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത വ്യാഖ്യാതാവായ ശ്രീ MP നീലകണ്ഠൻ നമ്പൂതിരികളോടുള്ള കടപ്പാടും ആദരവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പ്രണമ്യ ശിരസാ വിഷ്ണും ത്രൈലോക്യാധിപതിം പ്രഭും നാനാശാസ്ത്രോദ്ധൃതം വക്ഷേ രാജനീതി സമുച്ഛയം. സർവശക്തനായ ഈശ്വരനെ ഞാൻ ആദ്യമായി നമസ്കരിക്കട്ടെ. അദ്ദേഹമാണല്ലോ പ്രപഞ്ചത്തിൻ്റെ പരമേശ്വരനും വിധികർത്താവും. ഇതിനുശേഷം ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ ഏതാനും സാമൂഹിക ശാസ്ത്ര പ്രമാണങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാരതത്തിലെ സ്ഥിരം പാരമ്പര്യമാണ് ഏത് കാര്യത്തിൻ്റെയും ആരംഭത്തിൽ ചെയ്യുന്ന ഈശ്വരവന്ദനം. മുനിമാരും മഹർഷിമാരും പണ്ഡിതന്മാരും ഈ രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. ചാണക്യനും തൻ്റെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു. ഈ ലഘുകൃതി ചാണക്യ ദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി പറയാൻ പോകുന്ന പരാമർശങ്ങളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഗാർഹിക വിജ്ഞാനത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. വീടിനെക്കുറിച്ചുള്ള ചാണക്യഗുരുവിൻ്റെ സങ്കല്പം: ദുഷ്ടാഭാര്യ ശാഠ്യമിത്രം ഭൃത്യുച്ഛോത്തരദായകഃ സസർപ്പേ ച ഗൃഹേ വാസോ മൃത്യുരേവ ന സംശയഃ. ദുസ്വഭാവിയും വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നവളുമായ ഒരു ഭാര്യയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കള്ളനും ചതിയനുമായ ഒരു സുഹൃത്തുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ മര്യാദയില്ലാത്ത വായാടിയായ വേലക്കാരനുണ്ടെങ്കിൽ, ഇടയ്ക്കൊക്കെ പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുള്ള വീടുകൾ ഒരിക്കലും വാസയോഗ്യമല്ല. മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ആ വീട് താഴെ പറയുന്ന വിഷമതകൾ ഇല്ലാത്തതായിരിക്കണം. ദുർബുദ്ധിയും ദുസ്വഭാവിയുമായ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ലഭിക്കുന്നത് അപമാനവും അപഹർഷവും വേദനയുമാണ്. അതുപോലെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത കൗശലക്കാരനായ ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യവും. നാം സൂക്ഷിച്ച രഹസ്യവും ധനവുമൊക്കെ നമ്മൾ അറിയാതെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. അയാൾ കുറ്റം ചെയ്താൽ ഒരുപക്ഷെ രക്ഷപ്പെടും. നാം കുറ്റം ചെയ്യാതെ ജയിലിൽപ്പെട്ടെന്നും വരും. ധിക്കാരിയും വായാടിയുമായ വേലക്കാരനും ഇതുപോലെ തന്നെ. പലരുടെയും മുമ്പിൽ വെച്ച് നമ്മെ ശകാരിക്കാനും ഉപദേശിക്കാനും അയാൾക്ക് മടിയുണ്ടാവില്ല. വേലക്കാരന് ഇത്രയും തൻ്റെ ഇടം വരണമെങ്കിൽ അത് നമ്മൾ വളം വെച്ച് കൊടുത്തിട്ടാണെന്ന് പോലും പൊതുജനം ധരിക്കും. പാമ്പോ? അതും ഒരു ഭീഷണി തന്നെ. സദാസമയവും ഭയസങ്കോചങ്ങളോടെ പാമ്പിനെ പേടിച്ച് ജീവിക്കേണ്ടി വരിക. നാം ഉദ്ദേശിച്ച മട്ടിൽ നമ്മുടെ വീടുകൊണ്ട് സമാധാനമോ സന്തോഷമോ സംതൃപ്തിയോ ഒരിക്കലും ഉണ്ടാവുകയില്ല.